ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഗ്രാമത്തിൽ 3 ഉറ്റ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഒരു ദിവസം അവർ ഒരുമിച്ച് ഇടതൂർന്ന ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാതെ ഒരു കടുവ അവരുടെ മുന്നിലേക്ക് ചാടി വീണത്. കടുവയെ കണ്ട് ഒന്നാമത്തെ സുഹൃത്ത് ഭയന്ന് വിറച്ചു പറഞ്ഞു, അയ്യോ, ഇനി നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ ജീവിതം അവസാനിച്ചു. ഇത് കേട്ട് രണ്ടാമത്തെ സുഹൃത്ത് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നമ്മളെ സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും ദൈവമാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മളെ തീർച്ചയായും രക്ഷിക്കും. എന്നാൽ മൂന്നാമത്തെ സുഹൃത്ത് തികച്ചും വ്യത്യസ്തമായാണ് ചിന്തിച്ചത്. അവൻ ചുറ്റും നോക്കി. കയറി രക്ഷപ്പെടാൻ പാകത്തിലുള്ള ഒരു വലിയ മരം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ സുഹൃത്തുക്കളോടായി പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? വേഗം വരൂ, നമുക്ക് ഈ മരത്തിൽ കയറി രക്ഷപ്പെടാം. അവന്റെ വാക്കുകളിൽ ഒരു പുതിയ വഴി കണ്ട മറ്റു 2 പേരും അവനോടൊപ്പം ആ മരത്തിലേക്ക് ഓടിക്കയറി. കുറെ നേരം മരച്ചുവട്ടിൽ ചുറ്റിത്തിരിഞ്ഞ ശേഷം കടുവ കാട്ടിലേക്ക് തിരികെ പോയി. സുരക്ഷിതരായി താഴെ ഇറങ്ങിയപ്പോൾ രണ്ടാമത്തെ സുഹൃത്ത് മൂന്നാമനോട് ചോദിച്ചു, നീ എന്താണ് പ്രാർത്ഥനയുടെ ശക്തിയിൽ വിശ്വസിക്കാത്തത്? മൂന്നാമൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, എൻ്റെ വിശ്വാസം എന്നത് എല്ലാത്തിലും ദൈവം നേരിട്ടിറങ്ങി വരും എന്നതല്ല. ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം നിസ്വാർത്ഥമാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും എൻ്റെ ദൈവത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമുക്കെല്ലാവർക്കും ചിന്തിക്കാനുള്ള ബുദ്ധിയും പ്രവർത്തിക്കുവാനുള്ള കഴിവും നൽകിയിട്ടുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ച് സ്വയം വളരാനും പ്രതിസന്ധികളെ നേരിടാനുമാണ് നാം ശ്രമിക്കേണ്ടത്. ദൈവം നൽകിയ കഴിവിൽ നന്ദിയുള്ളവനായി അതുപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. നേരെ മറിച്ച് സ്വന്തമായി ഒന്നും ചെയ്യാതെ എല്ലാം ദൈവം തരുമെന്ന് കരുതി സ്വന്തം കഴിവുകളെ ഉപയോഗിക്കാതെ ജീവിക്കുന്നവൻ എപ്പോഴും അസന്തുഷ്ടനായിരിക്കും. അവൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ദൈവത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാട് നൽകി. സമാഗമന കൂടാരത്തിലെ നിർമ്മിതിയെക്കുറിച്ച് കൽപ്പന കൊടുക്കുമ്പോൾ പണിക്കാരെക്കുറിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾ എത്ര ശ്രേഷ്ഠമാണ്. ഞാനവരെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഈ ബുദ്ധിയും ജ്ഞാനവും അറിവുമൊക്കെ ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ യഥാസമയങ്ങളിൽ അവ ഉപയോഗിക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ടെല്ലാം ദൈവം നടത്തി തരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം നൽകിയ ഈ കഴിവുകൾ പാഴായിപ്പോയി എന്നല്ലേ അർത്ഥം. സ്വന്തമായി ഒന്നും ചെയ്യാതെ ദൈവം നൽകിയ കഴിവും ആരോഗ്യവും ഉപയോഗിക്കാതെ ദൈവത്തെ പഴിചാരുന്നതിൽ ഒരു യുക്തിയുമില്ല. നാം ചെയ്യേണ്ടത് നാം തന്നെ ചെയ്തേ മതിയാകും. അതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവം നൽകിയ കഴിവുകളെ ഉപയോഗിച്ച് ജ്ഞാനത്തോടെ ജീവിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ.